അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലൈനപ്പ് സീരീസിന്റെ 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ പൃഥ്വിരാജിന്റെയും നെസ്ലിന്റെയും ആസിഫലിന്റെയും മമ്മൂക്കാന്റെയും മോഹൻലാലിന്റെ ഒക്കെ ലൈനപ്പ് ചെയ്താണ്. അതിന്റെ ഒക്കെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഫഹദ് ഫാസിലിന്റെ വരാൻ പോകുന്ന സിനിമകളാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. അപ്പോൾ ഫഹദ് ഫാസിലിന് ഒരുപാടധികം കിടിലൻ പ്രൊജക്റ്റുകളാണ് വരാൻ പോണത്. മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ഫാഫയുടെ മുന്നത്തെ പടങ്ങൾ നോക്കാം. റീസെന്റായി ഇറങ്ങിയ ഫിലിംസ് ഏതൊക്കെ നോക്കാം. പുഷ്പ 2 ആയാലും മാരീസൻ, പാട്രിയോട്ട്, ധൂമം, അതേപോലെ ഓടും കുതിര ചാടും കുതിര, ബോഗൻ വില്ല. അപ്പൊ ഇത്രയും പടങ്ങൾ വന്നിട്ടും ഇതിലൊരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ മാത്രമുള്ളത് നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ ചിത്രമാണ്. പക്ഷെ ആവേശം മാത്രമല്ല, ഈ മാരീസൻ ആയാലും ബോഗൻ വില്ല ആയാലും അത്യാവശ്യം കൊള്ളാവുന്ന ചിത്രങ്ങളാണ്. ബാക്കി വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പുഷ്പ 2 വിജയിച്ച ചിത്രമാണ്. പക്ഷെ എല്ലാവർക്കും അറിയാം പുഷ്പ 2 നോർത്തിൽ വിജയിച്ചു. കേരളത്തിലെ അവസ്ഥങ്ങൾക്ക് അറിയാലോ, പടം പോരാന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. ആവേശമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 156 കോടിയാണ് ആ പടം നേടിയത്. ശരിക്കും ആ പടത്തിന് ഇനിയും കളക്ഷൻ കിട്ടിയിരുന്നു. പെട്ടെന്നാണ് ആ പടത്തിന്റെ OTT വന്നത്, നിങ്ങൾക്കറിയാം. അപ്പൊ ആ പടത്തിന് OTT കുറച്ചുപാട് നീളാണെങ്കിൽ ആ പടത്തിന് ഇനിയും കളക്ഷൻ കയറിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫഹദ് ഫാസിലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് നോക്കി നോക്കാം. ആദ്യ ചിത്രം റോയ് ചിത്രം കരാട്ടെ ചന്ദ്രൻ എന്ന ചിത്രമാണ്. നമ്മളെ ഭാവന സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. നമ്മളെ പ്രേമലുവിന്റെ. ഓക്കെ, അപ്പൊ ഇതൊരു ആക്ഷൻ കോമഡി ചിത്രമാണ്. നമ്മളെ ഫഹദ് ഫാസിൽ കരാട്ടെ ചെയ്യണ ഒരു സ്കിൽസ് ഒക്കെ പുറത്തുനിന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പടം ഡിലേ ആണ്, 2027 ആവും ഇത് റിലീസ് ആവാൻ. അടുത്ത ചിത്രം പ്രേംകുമാറും ഫഹദ് ഫാസിലും ഒന്നിക്കണ ചിത്രം. ഇതിന്റെ പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഫിലിമിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിൽ ഒന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. അടുത്ത ചിത്രം തരുൺമൂർത്തിയുടെ ടൊർപേഡോ എന്ന ചിത്രമാണ്. നമ്മുടെ അതിമനോഹരം എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോണത്. ഈ ചിത്രത്തിൽ അർജുൻ ദാസും നസ്രീനും ഒക്കെ ഈ പടത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ പടവും 2027 ആവും റിലീസ് ആവാൻ പോണത്. അടുത്ത ചിത്രമാണ് പുഷ്പ 3. പുഷ്പ 3യിൽ ഷിഗാവത്തിന്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് 2028 സംഭവിക്കാൻ പോണത്. അടുത്ത ചിത്രം തേവർ മകന്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യുന്നത് നമ്മളെ മഹേഷ് നാരായണാണ്, നമ്മളെ പാട്രിയോട്ടത്തെ. ചിത്രത്തിൽ കമൽഹാസന്റെ ഒപ്പമായിട്ട് ഫഹദ് ഫാസിൽ ഉണ്ടെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ ചിത്രം ഉടൻ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അടുത്ത ചിത്രം നോക്കാം നമുക്ക്. അടുത്ത ചിത്രമാണ് മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമായിട്ടുള്ള നമ്മുടെ ആവേശത്തിന്റെ 2ാം ഭാഗം. അപ്പോ രംഗണ്ണൻ അടുത്ത വരവ് ഉറപ്പിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആവേശം 2 ഉണ്ട്. എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ആവേശം 2. ഹോപ്പ്ഫുള്ളി 27 or 28. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ആവേശം 2 എന്നാന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ചിത്രത്തിന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. ജിത്തു മാധവൻ ഈ പറഞ്ഞ പോലെ സൂര്യയുടെ ഒരു പടം ചെയ്യുന്നുണ്ട്. ആ പടത്തിന് ശേഷം മോഹൻലാലിന്റെ ഒരു പടം വരാണ്ട്. അപ്പൊ ഈ പടത്തിനൊക്കെ ശേഷമായിരിക്കും ആവേശം 2 ചെയ്യാൻ പോണത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 2027-28 ആവും ഈ പടം വരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ഏത് നടന്റെയാണ് വരാൻ പോണ ചിത്രങ്ങൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി എന്തായാലും നല്ല വീഡിയോസ് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാം. വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ കമന്റ് ചെയ്യാം. ഇത്ര നേരം ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മാത്രം. നേരം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്.